മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ കരുത്തു തെളിയിക്കാനുള്ള ആദ്യ അവസരം അതായിരുന്നു ബി.ജെ.പിക്ക് വഖഫ് ഭേദഗതി ബിൽ. അധികാരത്തിലെത്തിയതിന് പിന്നാലെ 2024 ഓഗസ്റ്റിൽ ബില്ല് അവതരിപ്പിച്ചെങ്കിലും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്നു. ഇപ്പോഴിതാ JPC നിർദ്ദേശിച്ച അല്ലറ ചില്ലറ മാറ്റങ്ങൾ മാത്രം അംഗീകരിച്ച് ബിൽ വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു. ചിന്തിക്കാനാവുന്നതിനപ്പുറം വലിയ മൂല്യമുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ കൈയാളുന്നവരാണ് രാജ്യത്തെ വഖഫ് ബോർഡുകൾ. മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്ക് മുസ്ലിം മതവിശ്വാസികൾ ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വത്താണിത്. വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ മേലുള്ള ഏതൊരു ഇടപെടലും ആ മതവിഭാഗത്തെ സംബന്ധിച്ച് വൈകാരിക പ്രാധാന്യമുള്ളതാണ്. പ്രതിഷേധം ഉയരുക സ്വാഭാവികമാണ്. ഇത്രയും വിവാദമാകാൻ വഖഫ് ബില്ലിൽ കേന്ദ്രം നിർദ്ദേശിച്ച ഭേദഗതികൾ എന്തെല്ലാമാണ്? ബില്ല് നിലവിൽ വന്നാൽ എന്ത് സംഭവിക്കാനാണ്? ആദ്യം കാണാം 59 സെക്കൻഡിൽ RDX റാം. പ്രതിപക്ഷ എംപിമാർ 44 ഭേദഗതികൾ നിർദ്ദേശിച്ചു. 44ഉം തള്ളി. NDA കക്ഷികൾ നിർദ്ദേശിച്ച 14 ഭേദഗതികൾ അംഗീകരിച്ചു. ഒരു ഭേദഗതി ഇങ്ങനെ: വഖഫ് വസ്തു കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ 6 മാസം സാവകാശമാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുത്തവല്ലിമാർക്ക് അപേക്ഷ നൽകാം. ഈ മട്ടിൽ ബില്ലിന്റെ അടിസ്ഥാന സ്വഭാവത്തെ തൊടാതെ 14 സാങ്കേതിക ഭേദഗതികൾ. JPC റിവ്യൂ എന്ന ഭരണഘടനാപരമായ കടമ്പ അങ്ങനെ ഒതുക്കത്തിൽ കടന്നാണ് വഖഫ് ബിൽ ഇന്ന് ലോക്സഭയിലെത്തിയത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ ആധാരപ്രകാരമുള്ള വില തന്നെ 1.25 ലക്ഷം കോടി വരും. വിപണി വില അതിന്റെ എത്രയോ മടങ്ങാകും. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ വസ്തുക്കളിൽ ഒരു വലിയ പങ്ക് സർക്കാർ നിയന്ത്രണത്തിലാകും. സർക്കാർ ഭൂമിയാണെന്ന തർക്കം നിലനിൽക്കുന്നവയുടെ നിയന്ത്രണം ജില്ലാ കളക്ടർക്കോ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനോ ആയിരിക്കും. ചുരുക്കത്തിൽ മതാധികാര പ്രകാരം നിർവചിക്കപ്പെട്ട വഖഫ് സ്വത്തുക്കളിൽ ചിലതെങ്കിലും റവന്യൂ വ്യവഹാര പ്രകാരം കൈകാര്യം ചെയ്യപ്പെടും. മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്ന ദുഷ്ടലാക്കെന്ന് പ്രതിപക്ഷം. കാലാനുസൃതമായ മാറ്റം മാത്രമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. RDX റാപ്പ് ന്യൂസ് മലയാളം. സനീഷ്, നമ്മൾ നേരത്തെ മുനമ്പം വിഷയം ചർച്ച ചെയ്തപ്പോൾ വഖഫ് എന്താണ് എന്നൊക്കെ ഒന്ന് വിശദമായി പരിശോധിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇപ്പോൾ വഖഫ് ബിൽ ഭേദഗതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി എന്താണ് വഖഫ്, എങ്ങനെയാണ് രാജ്യത്തെ ബാധിക്കുന്നത്, എന്തെല്ലാമാണ് ഈ നിയമ ഭേദഗതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതെല്ലാം അടക്കം നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. എന്താണ് വഖഫ് എന്നതടക്കം, എന്താണ് ഈ പ്രശ്നം എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ളവർ ഇവിടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് വഖഫ് എന്ന്. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കുള്ള സ്വത്ത്, അത് വിശ്വാസികൾ ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവാണ്. വഖഫ് സംബന്ധിച്ച് നേരിട്ട് ഖുറാനിൽ നിർദ്ദേശമൊന്നുമില്ല. പക്ഷെ നിരവധി ഹദീസുകളിൽ ഉരുത്തിരിഞ്ഞ ആശയമാണിത്. ഒരു വരുമാനവും ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രീതി മാത്രമാണ് വഖഫിലൂടെ ലക്ഷ്യമിടുന്നത്. വഖഫ് സ്ഥാപിച്ച വ്യക്തിയും തുടർന്നുള്ള സൂക്ഷിപ്പുകാരും ദൈവത്തിനു വേണ്ടി ഈ സ്വത്ത് സംരക്ഷിക്കണം. ഗുണഭോക്താക്കൾ മാറിയാലും വസ്തു വഖഫ് ആയി പ്രഖ്യാപിച്ചാൽ തിരിച്ചെടുക്കാനാവില്ല. വഖഫ് വസ്തുക്കളുടെ മേൽനോട്ടം നിർവഹിക്കുന്നത് മുത്തവല്ലിയാണ്, അതായത് മേൽനോട്ടക്കാരൻ. വഖഫ് വസ്തുക്കളുടെ മൂല്യത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് പരിശോധിക്കാം. വഖഫ് ബോർഡിന് കീഴിലുള്ള വസ്തുവകകളുടെ ആകെ മൂല്യം 1.2 ലക്ഷം കോടി രൂപയാണ്. രാജ്യത്താകെ 9.4 ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 8.7 ലക്ഷം സ്വത്തുക്കൾ. അങ്ങനെ ആകെ 3,54,628 വഖഫ് ആസ്തികൾ. ഇതിൽ സ്ഥാവര സ്വത്തുക്കൾ മാത്രം 8,58,238 എണ്ണമാണ്. ജംഗമ വസ്തുക്കൾ 16,628 എണ്ണവും. ഇതിൻ്റെ അവലംബം 2022 സെപ്റ്റംബർ 30 വഖഫ് ബോർഡ് നടത്തിയ സർവേ തന്നെയാണ്. 18 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് സ്വത്തായി കിടക്കുന്നുണ്ട് എന്നാണ് ഒരു കണക്ക്. എന്നാൽ ഇത് തെളിയിക്കാൻ ആധികാരികമായ ഡാറ്റ ഇല്ല. സൈന്യത്തിനും റെയിൽവേക്കും ശേഷം ഇന്ത്യയിൽ 3ാമത്തെ ഏറ്റവും വലിയ സ്വത്ത് കൈയാളുന്നത് വഖഫ് ആണ് എന്നാണ്. അഴിമതി, കയ്യേറ്റം, ദുരുപയോഗം എന്നിങ്ങനെ അന്യാധീനമായത് ഇങ്ങനെ കണക്കില്ലാത്ത സ്വത്താണ് ഇതിന് കീഴിലുള്ളത്. വഖഫ് നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് വേഗത്തിൽ നോക്കാം. ബ്രിട്ടീഷ് കാലത്ത് 1923 മുസൽമാൻ വഖഫ് ആക്ട് നിലവിൽ വന്നു. 1954 മെയ് 21 സ്വതന്ത്ര ഇന്ത്യയിലെ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നു. സ്വത്ത് മേൽനോട്ടത്തിന് കേന്ദ്രത്തിൽ വഖഫ് കൗൺസിൽ, സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ്. 1960 കേരളത്തിൽ വഖഫ് ബോർഡ് നിലവിൽ വന്നു. 1964 സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമം വന്നു. 1995 നിയമം നിലവിൽ വന്നതോടെ 1954 നിയമം അസാധുവായി.
1995 വഖഫ് നിയമം ജമ്മു കാശ്മീരിന് ബാധകമല്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. 2013 1995 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. നിലവിൽ നിയമപ്രാബല്യം ഇതിനാണുള്ളത്. 2024 ഓഗസ്റ്റിൽ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് കൗൺസിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു നിയമപരമായ സ്ഥാപനമാണ്. നിലവിൽ വന്നത് 1954 വഖഫ് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ്. വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും ഇത് നിർവഹിക്കുന്നു. വഖഫ് സ്വത്ത് ഉപയോഗം ഇസ്ലാമിക തത്വപ്രകാരമാണ് എന്ന് ഇവർ ഉറപ്പാക്കുന്നു. വഖഫ് ബോർഡ് സംസ്ഥാന വഖഫ് ബോർഡുകൾ ആണ്. സംസ്ഥാന വഖഫ് ബോർഡുകൾ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ്. ഇവയുടെ ധർമ്മം വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, മാനേജ്മെന്റ്, നിയന്ത്രണം, സംരക്ഷണം എന്നിവയാണ്. 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 32 വഖഫ് ബോർഡുകളുണ്ട്. സ്വത്തിന്റെ 15% ഷിയ വഖഫ് ആണെങ്കിൽ പ്രത്യേക ഷിയ ബോർഡ് ഉണ്ടാക്കണം. ഇനി വഖഫ് ട്രിബ്യൂണൽ എന്നൊന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖഫ് ട്രിബ്യൂണലാണുള്ളത്. ഇത് രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ട്രിബ്യൂണലിന്റെ പ്രവർത്തനം വഖഫ് ബോർഡ് ഫണ്ട് ഉപയോഗിച്ചാണ്. ട്രിബ്യൂണലിനുള്ളത് സിവിൽ കോടതിക്കുള്ള അധികാരമാണ്. ആകെ 3 അംഗങ്ങളാണുള്ളത്. മുസ്ലിം നിയമത്തിൽ വൈദഗ്ധ്യമുള്ള വ്യക്തിയും അംഗമാണ്. ഇപ്പോഴെങ്ങനെയാണ് ഇതിപ്പോൾ വിവാദമായത് എന്നത് നോക്കാം. 2024 ഓഗസ്റ്റ് 8 2 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് ഭേദഗതി ബിൽ, മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ. 1995 നിയമത്തിൽ 44 വകുപ്പുകളിൽ മാറ്റം കൊണ്ടുവരാൻ നിർദ്ദേശമുണ്ടായിരുന്നു. മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ 1923 മുസ്ലിം വഖഫ് നിയമം റദ്ദാക്കും. പ്രതിഷേധത്തെ തുടർന്ന് വഖഫ് ഭേദഗതി ബിൽ JPCക്ക് വിട്ടു, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക്. 2025 ഫെബ്രുവരി 13 JPC NDS സഖ്യകക്ഷികളുടെ 14 ഭേദഗതികൾ മാത്രം പാസാക്കി. എല്ലാ ഭേദഗതികളും സാങ്കേതികമാണ്. ബില്ലിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. വഖഫ് ബോർഡിന് മുസ്ലിം അല്ലാത്ത CEO ഉണ്ടാകാം എന്ന ചട്ടത്തിലടക്കം മാറ്റമില്ല. ഇനി ഇതിലെ മറ്റ് വിവാദ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. നിലവിലെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വഖഫായി മാറ്റാം. പുതിയ ഭേദഗതി പ്രകാരം കൃത്യമായി രേഖകളുണ്ടെങ്കിൽ മാത്രമേ വഖഫ് ചെയ്യാനാകൂ. നിലവിൽ കാലങ്ങളായി മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമി വഖഫാക്കാം. പുതിയ ഭേദഗതിയിൽ ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും. നിലവിൽ തർക്കങ്ങളിൽ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രിബ്യൂണലാണ്. പുതിയ ബിൽ പ്രകാരം തർക്കങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കളക്ടറാണ്. കളക്ടർ റിപ്പോർട്ട് നൽകും വരെ തർക്ക വസ്തുക്കൾ വഖഫായി കാണാനാകില്ല. സർക്കാർ അന്തിമ തീരുമാനം എടുക്കും വരെ തർക്കവസ്തുവിൽ വഖഫിന് നിയന്ത്രണമുണ്ടാകില്ല. ട്രിബ്യൂണൽ അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമ പണ്ഡിതനാകണമെന്ന വ്യവസ്ഥ റദ്ദാക്കും. മുസ്ലിം നിയമം അറിയുന്ന ഒരാൾ എന്നതാണ് പുതിയ ഭേദഗതി. നിലവിൽ വഖഫ് ബോർഡിലും കൗൺസിലിലും അംഗങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്. പുതിയ ഭേദഗതി പ്രകാരം 2 അമുസ്ലിങ്ങൾ അംഗങ്ങളാകും. ഏതെങ്കിലും സ്വത്ത് വഖഫ് എന്ന് തോന്നിയാൽ അന്വേഷിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അധികാരമുണ്ട്. അത് റദ്ദാക്കും. വഖഫ് ട്രിബ്യൂണൽ വിധിക്കെതിരെ 90 ദിവസത്തിനകം കോടതികളിൽ അപ്പീൽ നൽകാനും വ്യവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ ലോക്സഭയിൽ ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് കൂടി പരിശോധിച്ച് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് സംസാരിച്ചത്. ബില്ലിനെ ശക്തിപ്പെടുത്തുന്ന ഭേദഗതികളാണ് വേണ്ടത് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ബില്ലിനെ ശക്തിപ്പെടുത്തുന്ന ഭേദഗതികൾ. പ്രതിപക്ഷം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് കിരൺ റിജിജു പറഞ്ഞു. മതപരമായ സ്ഥാപനങ്ങളിൽ കൈകടത്താനല്ല ഭേദഗതി എന്നുമാണ് കേന്ദ്രം വിശദീകരിച്ചത്. സനീഷ, ഇതാണ് ഇതിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ നോക്കിയാൽ, ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആദ്യമായല്ല ഒരു മതവിഭാഗത്തെ, അതായത് മുസ്ലിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ തുടർച്ചയായ നിയമ ഭേദഗതികളും നീക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ വഖഫ് ബില്ലിനെ എങ്ങനെയാണ് കാണുന്നത്? ഇന്നിപ്പോൾ അമിത്ഷാ വിശദീകരിച്ചതിനെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കണോ അതോ എന്താണ് സംഭവം? ഇതിനകത്തിപ്പം സമ്പൂർണ്ണമായിട്ടുള്ള വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ, ഇവിടെ ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് അതിലെ ജനസംഖ്യയാണ് എന്നാണല്ലോ ഇപ്പോൾ ആധുനിക രാഷ്ട്രങ്ങളെല്ലാം കണക്കാക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനസംഖ്യയുടെ 197 മില്യൺ മുസ്ലിം വിശ്വാസികളാണ്. 197 മില്യൺ എന്ന് വെച്ചാൽ ഏതാണ്ട് 20 കോടിക്കടുത്ത് വരും. 19,70 ലക്ഷം പേര് മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്. മൊത്തം ജനസംഖ്യയുടെ 14.2% ഇത്. 2011 സെൻസസിലെ കണക്കാണിത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്തോനേഷ്യയും പാകിസ്ഥാനും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, അസം എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ നിറയെ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഈ മുസ്ലിങ്ങൾ
ഇവിടെ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവകാശമുള്ള വിശ്വാസപരമായ അവകാശമുള്ള സ്വത്തുക്കളുടെ കണക്കാണ് നേരത്തെ ഹർഷം പറഞ്ഞത്. അപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന BJP ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ലിന് വേണ്ടി വലിയ തോതിൽ വാദിക്കുന്ന ഇന്നിപ്പോൾ സഭയിൽ ഒക്കെ സംസാരിച്ച ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഒരൊറ്റ മുസ്ലിം MP ഇല്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുക. ഒറ്റ മുസ്ലിം MP ഇല്ല. ലോക്സഭയിൽ 240 സീറ്റുകൾ BJPക്ക് ഉണ്ട്. രാജ്യസഭയിൽ 92 BJP MPമാരുണ്ട്. പാർലമെൻറ്റിൽ ആകെ 332 അംഗങ്ങളുണ്ട്. ഒരൊറ്റയാൾ പോലും BJPക്കാരില്ല. എന്ന് വെച്ചാൽ 20 കോടി മുസ്ലിം ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യത്തിലെ ഭരിക്കുന്ന കക്ഷിയിൽ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ഒരാൾ പോലുമില്ല. അങ്ങനെ ഒരു പ്രാതിനിധ്യമേ ഈ BJP സർക്കാർ കൊടുത്തില്ല. അവരാണ് ഇപ്പോൾ ഈ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു വഖഫ് ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ പറയുന്ന സ്വത്ത് എങ്ങനെ ഉണ്ടായതാണ്? ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ കൊടുക്കുന്നതാണ്, ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നതാണ്. അതായത് 1 സെൻറ്റ് സ്ഥലം പോലും മനുഷ്യർ വിട്ടുകൊടുക്കാത്തൊരു കാലത്ത്, 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ പേരിൽ പോലും അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് സ്വന്തം വിശ്വാസത്തോടുള്ള, മതവിശ്വാസത്തോടുള്ള, ദൈവവിശ്വാസത്തോടുള്ള ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് വിശ്വാസപരമായിട്ടുള്ള ഭൂമിയാണ്. ആ വിശ്വാസപരമായ ഭൂമിയെ കൈകാര്യം ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് അവസ്ഥ ആർക്കാണ് വേണ്ടത് മുസ്ലിങ്ങൾക്കാണ്, അല്ലേ? മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയും നാളുള്ള ഇടത്ത് നിന്ന് മാറ്റിയിട്ട് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൂടെ ഉള്ള ഒരു ബോർഡിന് ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന പ്രാഥമികമായ ചോദ്യത്തിന് മറുപടി നൽകാൻ ഈ ഘട്ടത്തിൽ ആർക്കും പറ്റിയിട്ടില്ല. അമിത്ഷാ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടാകില്ല എന്നാണ്. അങ്ങനെ ഉണ്ടാകില്ല എന്ന് വെച്ചാൽ മുസ്ലിമായിട്ടുള്ളൊരു CEO വേണമെന്നും മുസ്ലിം മതവിശ്വാസത്തിൽ 5 വർഷങ്ങളിൽ നിന്നാൽ മാത്രമേ അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ സമർപ്പിക്കാൻ പറ്റൂ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഈ വഖഫ് ബോർഡ് അങ്ങനെയായിരിക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞ നേരത്തെയുള്ള ഭേദഗതിയിൽ നിന്ന് ആ കാര്യം അമുസ്ലിങ്ങൾക്ക് കൂടെ അകത്ത് വരാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇത് വിന്യസിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന കാര്യം ഇവിടെ വന്നിട്ടേ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വഖഫ് ഭേദഗതി കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നുണ്ട്, മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ മുനമ്പം അതിന് ഉദാഹരണമാണ്. കാരണം ദൈവത്തിങ്കലേക്ക് ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഇത്ര വലിയ ഭൂമി അങ്ങേയറ്റം നിസ്സാരമായ തോതിൽ പല വഴിക്ക് പോയത് നമ്മൾ കണ്ടു. അത് കൈകാര്യം ചെയ്യേണ്ടുന്ന മുസ്ലിം സംഘടനകൾ ആരും അത് മര്യാദക്കല്ല കൈകാര്യം ചെയ്ത് എന്നുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഭേദഗതി കാലത്തിനനുസരിച്ച് വരണം, വഖഫ് ബോർഡ് നിയമങ്ങൾ മാറ്റി വരണം, അത് പുനഃസംഘടിപ്പിക്കപ്പെടണം, ഒക്കെ വേണം. പക്ഷേ ഒറ്റ മുസ്ലിം MP പോലും പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കാത്ത ഒരു കക്ഷി ഭരിക്കുമ്പോൾ ആ കക്ഷി ഇതിനകത്തേക്ക് അമുസ്ലിങ്ങൾ കൂടെ വരട്ടെ എന്നൊരു തീരുമാനമെടുക്കുന്നതിന് സംശയത്തോടു കൂടി മാത്രമേ കാണാനാവുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ ഈ പ്രശ്നം. എന്തുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര കമ്മിറ്റികളിൽ, ഹിന്ദു ക്ഷേത്ര കമ്മിറ്റികളിൽ മറ്റ് കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ കയറ്റുന്നില്ലല്ലോ? സ്വാഭാവികമായിട്ടും ആ വിശ്വാസമുള്ള ആളുകളാണ് ആ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത്. ഇതിപ്പോൾ CEO പോലുള്ള, വഖഫ് ബോർഡിൻ്റെ CEO പോലുള്ള, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോലുള്ള പ്രധാനപ്പെട്ട പദവികളിലേക്കടക്കം ആളുകൾക്ക് വരാം. എന്ന് മാത്രമല്ല വഖഫ് ബോർഡായിരുന്നു ഇത്തരം വഖഫ് സ്വത്തുക്കളുടെ അവസാന വാക്കുമെങ്കിൽ ഇപ്പോഴത് കളക്ടറായിട്ട് മാറി, ജില്ലാ കളക്ടറായിട്ട് മാറി. എന്ന് വെച്ചാൽ ഇതൊരു പൊതുസ്വത്തായിട്ട് പരിഗണിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എങ്ങനെയാണ് പൊതുസ്വത്താകുന്നത്? ഇത് പൊതുസ്വത്തല്ല. ഞാൻ ഇസ്ലാം മത വിശ്വാസിയായിട്ട് 5 വർഷത്തിലോ അതിൽ കൂടുതലായിട്ട് വിശ്വാസിയായിട്ട് നിൽക്കുന്നയാൾ എൻ്റെ സ്വമേധയാ ദൈവത്തിങ്കിലേക്ക് ഞാൻ സമർപ്പിച്ച സ്വത്ത് അത് വിശ്വാസപരമായിട്ടുള്ള കാര്യമാകുക തന്നെയാണ്. അത് പൊതുസ്വത്തല്ല, അത് ആ അർത്ഥത്തിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വത്താണ്, ദേവസ്വം സ്വത്താണത്. അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ജില്ലാ കളക്ടർ അധികാരം വരിക? അതിന് പ്രത്യേകമായിട്ട് സംവിധാനം ഉണ്ടായിരിക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ, ഞാനിപ്പോൾ ഉന്നയിച്ച കാര്യങ്ങളുള്ള സംശയത്തിലും പ്രശ്നത്തിലും ഇതുവരെ ഒരു വിശദീകരണമോടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അത് തന്നെയാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം, മുത്തലാഖ്, ഏക സിവിൽ കോഡ്, ഇങ്ങനെ തുടർച്ചയായ വിഷയങ്ങൾ മുസ്ലിം ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വന്നു. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാതിനിധ്യവും, അതായത് ലോകത്തിൽ 3-ാം സ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യയിൽ നിൽക്കുന്ന ഇന്ത്യയിൽ ഒരു പ്രാതിനിധ്യവും ഭരണതലത്തിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ BJP സർക്കാരിൽ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അബ്ദുള്ളക്കുട്ടി എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് തരിക എന്ന് നമുക്കറിയില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. പിന്നെ സനീഷ് ഒരു കാര്യം പറഞ്ഞു, ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല? ഇപ്പോൾ CEO ആയി മുസ്ലിം അല്ലാത്ത ഒരാൾ വരുന്ന സാഹചര്യം ഉണ്ടാകില്ല, അല്ലെങ്കിൽ മറ്റ് 2 അംഗങ്ങൾ അമുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നൊക്കെ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ നിയമ ഭേദഗതി പിന്നെ എന്തിനാണ്? ആ ഭേദഗതിയിൽ എന്തിനാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അത് അമിത്ഷായുടെ പ്രസംഗത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ മിക്കവാറും ഏതെങ്കിലും ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ ക്ഷേത്രഭൂമിയിലെ വഖഫിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള, അവകാശവാദത്തെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ ക്ഷേത്രഭൂമികളുമായി ബന്ധപ്പെട്ടുള്ള, മറ്റു ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ നേരിട്ട് വിവാദമാകാൻ സാധ്യതയുള്ള, തുടർച്ചയായി ദീർഘകാലം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കത്തിച്ചു നിർത്താൻ കഴിയുന്ന, അവിടെ ഏതെങ്കിലും തരത്തിലൊരു മുതലെടുപ്പിന് സാധ്യതയുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും വരിക എന്നാണ് എൻ്റെ സംശയം. അദ്ദേഹം പറയുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. സ്വാഭാവികമായും അതിനെ ആ നിലയ്ക്ക് മുഖവിലേക്കെടുത്താൽ അദ്ദേഹം പറയുന്നത് എന്താണ്?
നിങ്ങൾ കാത്തിരിക്കും 4 വർഷം കഴിയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് മനസ്സിലാവും, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവരുന്നതെന്ന്. ഇതുവരെ അനാവശ്യമായി കൈകാര്യം ചെയ്തിരുന്ന വഖഫ് സ്വത്തുക്കളെല്ലാം നേരായ മാർഗത്തിലൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല, അതുകൂടെ പറഞ്ഞ് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. കാരണം KCBCയുടെ ഇടപെടൽ, കേരളം അവിടെ പരാമർശിക്കപ്പെട്ടത് ഒക്കെ, കാരണം ഇതിൻ്റെ എല്ലാം മൂല കാരണമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മുനമ്പമാണ്. ഇപ്പോൾ കിരൺ റിജിജു അവതരിപ്പിക്കുമ്പോഴും മുനമ്പത്തെ ചൊല്ലിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മുനമ്പത്തിൽ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടാണ്, ഒരു ഭൂവിനിയോഗ തർക്കമാണ് നിലനിൽക്കുന്നത്. അത് ആ നിലയ്ക്ക് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അതാണ് വസ്തുതാവിരുദ്ധമായി ആ വിഷയം അവിടെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ KCBC അടക്കം അവിടെ ആവർത്തിച്ച് പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമിത്ഷായുടെ ഇന്നത്തെ പ്രസംഗം ഒരാവർത്തി കൂടി കേട്ടാൽ ഒരുപക്ഷെ KCBC നിലപാട് മാറ്റിയേക്കും. കാരണം ഈ കൺവേർഷൻ അടക്കമുള്ള വിഷയങ്ങൾ പിന്നീട് അമിത്ഷാ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. സ്വാഭാവികമായും KCBC ശക്തമായി വിയോജിച്ച, എതിർപ്പറിയിച്ച വിഷയങ്ങളിലടക്കം അമിത്ഷാ ആ പ്രസംഗത്തിൻ്റെ തുടർച്ചയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമുക്ക് കാണാം ഇവിടെ ആകെപ്പാടെ നോക്കിയ രാഷ്ട്രീയമാണ്, സമ്പൂർണ്ണമായി രാഷ്ട്രീയമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ വഖഫിനെ വ്യക്തമായി വിശദീകരിക്കുന്നില്ല. ഹദീസുകളാണ് വഖഫിന് അടിസ്ഥാനമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. മുഹമ്മദ് നബിയുടെ സഹചാരികളിൽ ഒരാളായ അബൂ തൽഹ അൽ അൻസാരി ഈന്തപ്പനത്തോട്ടം ദൈവത്തിനായി സമർപ്പിച്ച് പരിപാലിച്ചത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യകാല വഖഫുകളിൽ ഒന്നായി വ്യാഖ്യാനമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തും ഇന്ത്യയിൽ വഖഫ് വ്യാപകമായിരുന്നു എന്നതിന് തെളിവാണല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1923 തന്നെ പാസാക്കിയ മുസൽമാൻ വഖഫ് ആക്ട്. നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ഒരു മതാചാരത്തെ സംബന്ധിച്ച് എടുക്കുന്ന ഏതൊരു തീരുമാനവും അത് നേരിട്ട് ബാധിക്കുന്നവർക്ക് കൂടി ബോധ്യപ്പെടുന്നതാകണം. ഇന്ത്യയെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ പൊതുസമൂഹത്തിനും അത് ബോധ്യപ്പെടണം. അങ്ങനെ ഒരു ഉൾക്കാഴ്ച ഈ വിഷയത്തിൽ കക്ഷി ചേരുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് RDX ആഗ്രഹിക്കുന്നത്. RDX ഒരിടവേളയിലേക്ക്.